ലക്ഷം രൂപ. ഒരു പവൻ സ്വർണത്തിന് 1,00,000-ന് മുകളിലാണ് ഇന്നത്തെ വില. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചു കാലം മുമ്പ് 73,000 രൂപയായിരുന്നപ്പോൾ നമ്മൾ ഞെട്ടിയിരുന്നു. ഇന്ന് ആ വിലയ്ക്ക് സ്വർണം കിട്ടിയിരുന്നെങ്കിൽ 10 പവൻ വാങ്ങുമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ സംഗതി അതല്ല. നമ്മൾ ഈ വാങ്ങുന്ന പേപ്പർ ഗോൾഡ് അഥവാ ഗോൾഡ് ETF ശരിക്കും സുരക്ഷിതമാണോ? ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. 2026 ഏപ്രിൽ മുതൽ സ്വർണ്ണ നിക്ഷേപത്തിന്റെ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റം നിങ്ങളുടെ പണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ആഭരണമായിട്ടല്ലാതെ ഡിജിറ്റലായി സ്വർണം വാങ്ങുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. പണ്ട് നിയമം വളരെ ലളിതമായിരുന്നു. നിങ്ങൾ ഒരു യൂണിറ്റ് ഗോൾഡ് ETF വാങ്ങിയാൽ അതിന് തുല്യമായ സ്വർണം ബാങ്ക് ലോക്കറിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഏകദേശം 95% ഫിസിക്കൽ ഗോൾഡ് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സെബി ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി മുതൽ ഫിസിക്കൽ ഗോൾഡിന് പകരം ഡെറിവേറ്റീവ്സ് അഥവാ സ്വർണത്തിന്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിലേക്കും ഈ ഫണ്ടുകൾക്ക് പണമിടാം. സംഗതി നിസ്സാരമല്ല. സ്വർണം കയ്യിലിരിക്കുന്നത് പോലെയാണോ ഒരു പേപ്പർ കരാർ കയ്യിലിരിക്കുന്നത്? വ്യത്യാസമുണ്ട്. സ്വർണത്തിന് പകരം ഒരു കോൺട്രാക്റ്റിലാണ് നിക്ഷേപമെങ്കിൽ അവിടെ ഒരു റിസ്ക് വരുന്നുണ്ട്. മാർക്കറ്റിൽ സ്വർണത്തിന് ക്ഷാമം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ സൗകര്യം കൊണ്ടുവരുന്നതെന്നാണ് ഫണ്ട് ഹൗസുകൾ പറയുന്നത്. ഉദാഹരണത്തിന് HDFC, ഗോൾഡ് ETF ഒക്കെ ഇതിനകം തന്നെ അവരുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞു. ഏകദേശം പകുതിയോളം തുക വരെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളിൽ അവർക്ക് വേണമെങ്കിൽ നിക്ഷേപിക്കാം. നമ്മൾ മിസ് ചെയ്യുന്നത് ഇതാണ്. ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന ഗോൾഡ് ETF എന്നാൽ 100% സ്വർണം തന്നെയാണെന്നാണ്. പക്ഷേ ഇനി മുതൽ എല്ലാ ഫണ്ടുകളും അങ്ങനെയല്ല. ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും ഭൂരിഭാഗം ഫണ്ടുകളും 98% മുകളിൽ സ്വർണം തന്നെയായാണ് സൂക്ഷിക്കുന്നത്. പക്ഷെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഏത് ഫണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് ഇനി പ്രധാനമാണ്. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വർഷം ഏപ്രിൽ മുതൽ നിങ്ങളുടെ ഗോൾഡ് ETF വില കണക്കാക്കുന്ന രീതിയും മാറി. പണ്ട് ലണ്ടൻ മാർക്കറ്റിലെ വില നോക്കിയായിരുന്നു നമ്മളുടെ നാട്ടിലെ ETF വില തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ സ്പോട്ട് പ്രൈസ്, അതായത് ഇന്ത്യയിലെ ലോക്കൽ മാർക്കറ്റ് വില അനുസരിച്ചാണ് NAV കണക്കാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ സ്വർണ്ണ വിലയും ഗ്ലോബൽ വിലയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് വരാറുണ്ട്. ഇനി മുതൽ ഇത് കൂടുതൽ ട്രാൻസ്പെറന്റ് ആകും. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം. സ്വർണ്ണപ്പണയത്തിന് പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഈ പുതിയ നിയമങ്ങൾ വന്നതോടെ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF കയ്യിലുണ്ടെന്ന് വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ പ്രയാസമായിരിക്കും. ആഭരണങ്ങൾക്കോ ബാങ്ക് പുറത്തിറക്കുന്ന കോയിനുകൾക്കോ മാത്രമാണ് ഇപ്പോൾ RBI കൂടുതൽ മുൻഗണന നൽകുന്നത്. സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനാണ് ഒരു സുരക്ഷിതത്തിന് വേണ്ടിയാണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ETF തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പോർട്ട്ഫോളിയോ ഒന്ന് നോക്കണം. അതിൽ എത്ര ശതമാനം ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, എത്ര ശതമാനം ഡെറിവേറ്റീവ്സ് ഉണ്ട് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടാകും. 95% മുകളിൽ സ്വർണം തന്നെ സൂക്ഷിക്കുന്ന ഫണ്ടുകൾ നോക്കി വേണം മുന്നോട്ട് പോകാൻ. ഒരു വശത്ത് പെട്ടെന്ന് പണമാക്കാനുള്ള എളുപ്പം, മറുവശത്ത് സുരക്ഷിതത്വം. കമ്പനികൾക്ക് പെട്ടെന്ന് സ്വർണം വാങ്ങാൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ഗോൾഡ് പേപ്പർ അവരെ സഹായിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ പണത്തിന് മൂല്യമുള്ള യഥാർത്ഥ സ്വർണത്തിന്റെ പിൻബലമാണ്. വില 1,00,000 കടന്നു എന്ന് കരുതി ആവശ്യപ്പെട്ട് ചാടി വീഴാതിരിക്കുക. പഴയതുപോലെ കണ്ണടച്ച് ഏത് ഗോൾഡ് ഫണ്ടിലും പണമിടുന്ന കാലം കഴിഞ്ഞു. ഓരോ ഫണ്ടിന്റെയും സ്കീം ഡോക്യുമെന്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ പണമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക. Yeah.